പ്രേക്ഷകർക്കും നമസ്കാരം. The key to being happy is knowing that you have the power to choose what you want to accept. അപ്പോൾ നിങ്ങൾ ചിരിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഹാസ്യം ഉൾക്കൊള്ളുവാൻ റെഡിയാണെങ്കിൽ, തമാശയുടെ ഒരു വൻ വിരുന്നൊരുക്കിക്കൊണ്ടിതാ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യാൻ നമ്മുടെ ചീഫ് ഗസ്റ്റ്, the one and only Sri Janardhan sir. ടൈമിന്റെ ദി വൺ ആൻഡ് ഓൺലി നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. ഇനി നമുക്ക് ഇന്നത്തെ പെർഫോമൻസിലേക്ക് കടക്കാം. വി ഹാവ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഷാഹുൽ ഷാസ് ഫ്രം വടക്കഞ്ചേരി. ഷാഹുൽ ഷാസ് ഫ്രം പാലക്കാട്. സുഖമായിരിക്കുന്നു? സർ, ഇത് ഷാഹുൽ ഷാസ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ആള്. എന്നാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്? അല്ല, ഞാൻ ദിലീപേട്ടൻ, ജയേട്ടൻ, നാദൃഷിക അവരുടെയൊക്കെ ഡ്യൂപ്പാണ് ചെയ്യാ. അങ്ങനെ ഓരോ മേഖല ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വരുന്നത്. പുതിയൊരു മേഖലയുമായിട്ട് പിടിച്ചു. അതെ, അത് പാലക്കാട് ആയതുകൊണ്ട് പാലക്കാടിലെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിൽ ചെയ്യാന്ന് വിചാരിച്ചു. വെരി ഗുഡ്. അപ്പൊ നമുക്കൊന്ന് കണ്ടുകളയാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നതേ. പാലക്കാട് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ലേ? ആർക്കും അറിയില്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, പ്രണവ് ശശിയേട്ടൻ്റെ ഒരു പാട്ട് പോലെ അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഒരു ചെറിയൊരു പാട്ടിൽ തുടങ്ങാം അല്ലേ? ഓക്കെ. കാട്ടുമലകളും കൂടി പിണങ്ങുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാട്ടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്, കാവും കുളങ്ങളും വേറെയുണ്ട്. ഇതാണ് പാലക്കാട്. പാലക്കാടിന്റെ പ്രത്യേകത എന്താ അറിയോ? എല്ലാവരും പാവങ്ങളാണ്. പാവങ്ങൾ പറഞ്ഞാൽ അവിടുത്തെ പണക്കാർ പോലും പച്ച പാവങ്ങളാണ്. എന്നെ നോക്ക്, ഞാനോ അയ്യോ പാവം. അപ്പം ഇത് വേറൊന്നുമില്ല, നമ്മൾ പല പല കാര്യങ്ങളിൽ പല സിനിമകളും മൊഴിമാറ്റം ചെയ്ത് ഇങ്ങനെ വരില്ലേ, ഓരോരോ കാര്യം. ഇപ്പോൾ KGF വരുന്നു, തമിഴിൽ വരുന്നു, മലയാളത്തിൽ വരുന്നു. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ പടം 6-ാം തമ്പുരാൻ പാലക്കാടൻ ഭാഷയിൽ വന്നു, പ്രിയദർശിനി തിയേറ്ററിൽ വന്നു. ഞാൻ പോയി കണ്ടപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, സംഗീതം അടുക്കുംതോറും മഹാസാഗരം. ഇത് പാലക്കാട് ശൈലി കണ്ടപ്പോൾ തമാശയായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആ ഡയലോഗ്. സംഗീതം അടുക്കുംതോറും നീങ്ങി നീങ്ങി പോണ മഹാസാഗരം അലഞ്ഞിട്ടുണ്ട്, അച്ചാല് പിച്ചാല് അലഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ചോറും തിന്നിട്ട് വീട്ടിൻ്റെ മാടി കിടക്കുമ്പോൾ ഒരു വെളിപാടുണ്ടായി, ചങ്ങാതിയെ ഗോളിയാളിക്ക് പൊക്കം അവിടെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. കേട്ടത് പാതി കേൾക്കാത്ത പാതി ഒറ്റ ഓട്ടം ഓടിപ്പോയി തലയും തല്ലി വീണത് സിംഗത്തിൻ്റെ മടയിൽ. ഞാൻ പറഞ്ഞു, കേട്ടാ എനിക്ക് പാട്ട് പഠിക്കണമെന്ന്. അയാൾ പറയണേ ദക്ഷിണ വെക്കീന്ന്. ഊര് തണ്ടിൻ്റെ ഓട്ടക്കീസിൽ എന്തുണ്ട്, കണ്ണ് ഇറുക്ക ചെമ്പി അയ്യറുകലേ പറഞ്ഞിട്ടൊരു പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തു. പാടി മുഴുവനാക്കുമ്പോൾ ആ പാവി എന്നെ കെട്ടിപ്പിടിച്ച് പറയണേ, എന്താണ്ടാ പാവിയേ, സൂപ്പർ പാട്ടാണല്ലോ, എനിക്കും പഠിപ്പിച്ചതാണ്. പാട്ടും പഠിപ്പിച്ച് അയാളുടെ കുഴിമാടത്തിൽ പൂഴിമണ്ണും വാരിയിട്ട് നേരെ വരുന്ന വഴിയാണ്. എല്ലാവരും കൈയടിക്കണം, ഞാൻ രണ്ടുപേരും പാടാ, അല്ലെങ്കിൽ എൻ്റെ പാട്ടിന് ഞാൻ പോവാ. എല്ലാവരും കൈയടിക്കോ, എല്ലാവരും പച്ചപ്പാനന്ദത്തെ പുണ്ണാറ് പുമുത്തേ പുന്നലിൻ പൂങ്കാതിരേ ദയ്യക്കന്താര ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഗത്തോപ്പിൽ ഒന്നു വാത്തേൻ മലരേ. ഇതാണ് പാലക്കാട്ടിൻ്റെ വിശേഷം. ഇനി ഒരു കാര്യം പറയാം, ഞാൻ പെണ്ണ് കിട്ടിയ കാര്യം പറയാം കേട്ടോ. അങ്ങനെയല്ല, എനിക്ക് പെണ്ണ് കിട്ടിയ കാര്യം പറയാം. അതായത് പാലക്കാട് എന്ന് പറഞ്ഞാൽ അവിടെ അലയാത്ത സ്ഥലമൊന്നുമില്ല. ഞാൻ പെണ്ണ് നോക്കിയിട്ട് ആലത്തൂര്, കുത്തനൂര്, മാത്തൂര്, തരൂര്, ചൂലനൂര് എല്ലാ ഊരും ഇങ്ങനെ അലഞ്ഞ് പോയിട്ട് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത വീട്ടിൽ ഏട്ടൻ വന്ന് പറയണേ, എന്താ ഉണ്ണിയേ പെണ്ണ് വന്നില്ലേ? ഞാൻ പറഞ്ഞു, ഓ വന്നു, എൻ്റെ ചേച്ചിൻ്റെ 2ാമത്തെ പെണ്ണ് വന്നു. മകളി, അല്ലാതെ ഇവിടെ ആര് വരാൻ? നീ വിഷമിക്കണ്ട, ആലത്തൂര് ഒരു പെൺകുട്ടിയുണ്ട്, റോഡ് സൈഡ്, ടെറസ് വീട്, അച്ഛൻ ഗൾഫിൽ, അമ്മ വീട്ടില്, കുട്ടി ഡിഗ്രി, പിന്നെ ആരെടുത്തും മിണ്ടില്ല. എന്താന്ന് പെണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ട ഊമ പിള്ളേരിനൊക്കെയാണ് എനിക്ക് കെട്ടിച്ചു തരാൻ പോണ്. അതല്ല, അടക്കം ഒതുക്കമുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് ആരെടുത്തും മിണ്ടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം കുഴപ്പമില്ല, അടക്കം ഒതുക്കുമ്പോൾ കുഴപ്പമില്ല. പെണ്ണ് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ചോദിച്ചു. അപ്പം ആള് പറയണേ, പെണ്ണ് ഗോതമ്പിൻ്റെ നിറമാണ്. ഗോതമ്പിൻ്റെ നിറം. വേറൊരു കാര്യമുണ്ട്, പെണ്ണ് കാണാൻ നടന്നിട്ട് ഞാൻ രാവിലെ പോവും,
എന്നിട്ട് ലഡുവും ജിലേബിയും കഴിക്കും. ഉച്ചയ്ക്ക് പോവും, ലഡുവും ജിലേബിയും കഴിക്കും. ഇങ്ങനെ കഴിച്ച് 3-3.5 കൊല്ലം ഇങ്ങനെ പെണ്ണ് വന്നില്ല കൊണ്ട് അവസാനം ഷുഗർ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ പെണ്ണ് വന്നാൽ എപ്പോൾ വേണമെങ്കിലും പെണ്ണ് പോവുക, ഈ ഷുഗർ വന്നാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും, പോകുമ്പോൾ നമ്മളെയും കൊണ്ടാ പോകുള്ളൂ. അപ്പം ഈ ഗോതമ്പിൻ്റെ നിറം കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ, ഈ ഷുഗറുള്ള എനിക്ക് ഗോതമ്പിൻ്റെ നിറമുള്ള പെണ്ണാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ കാണാൻ പോയി, റോഡ് സൈഡ് വീട്, നേരെ പോയി പെൺകുട്ടിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മഴയൊക്കെ പെയ്ത് ചെളിയും ചേർക്കുന്നുണ്ട്, അതിൽ പോയിട്ട് അയ്യാർക്കലേ പണ്ട് അങ്ങോട്ട് വീണിട്ട് ആ ചെളിയും ചേറും കൊണ്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാ വരുന്നു ഗോതമ്പിൻ്റെ നിറമുള്ള തമ്പുരാട്ടി. ഗോതമ്പിൻ്റെ നിറം പറഞ്ഞാൽ ഗോതമ്പ് ഇങ്ങനെ വറുത്തെടുത്തിട്ട് കരിഞ്ഞു പോകില്ലേ, ആ നിറമായിരുന്നു. ഞാൻ പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരി കല്യാണം ഉറപ്പിച്ചിട്ട് ഇതാ ഈ മൊബൈലായിരുന്നു ആദ്യം എൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ സംസാരിക്കണം, വിളി തുടങ്ങി, മൊബൈൽ മാറ്റി, ഒരേ വിളിയായിരുന്നു. രാവും പകലും ഇല്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി 12:30-1 മണിയാവുമ്പോൾ എന്നോട് ചോദിക്കണേ, ചേട്ടാ എന്താ ചേട്ടാ നിങ്ങൾക്ക് മലയാള സിനിമയിൽ ആരെയും ഇഷ്ടം? ഞാൻ പറഞ്ഞു എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം. അതെ, ഞാൻ ചോദിച്ചു നിനക്കാരെയും ഇഷ്ടം? എനിക്ക് ഇളയ ദളപതി വിജയിനെ ഇഷ്ടം. പാലക്കാടുള്ളവർ അപ്പനെ അമ്മനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇളയ ദളപതി വിജയിനെ ഇഷ്ടപ്പെടും, അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞു വിജയിനെ ഇഷ്ടം പറയുമ്പോൾ അവൾ എന്നോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എന്ന്. രാത്രി 1:30 ഞാൻ പറഞ്ഞു പാതിരാമഴ ഏതോ ഹംസഗീതം എന്നുള്ള പാട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? 1:30 പാടി തന്ന പാട്ട് ഏതറിയോ? യാ ഊച്ചി മണ്ടലെ സുറുങ്കത് ഉണ്ണെ നാം പാത്താലോ കിറുങ്കത്. അന്ന് തലകറങ്ങി അങ്ങനെ വീണിട്ട് പിറ്റേ ദിവസം അതേ സമയം ഞാൻ എണീറ്റിട്ട് മൊബൈൽ എടുത്തിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു, പാതിരാമഴയും ഉച്ചയും വണ്ടിയും എങ്ങനെ പോകുന്നു. കുറേ നേരം ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഓഫ് ചെയ്തു. ആ പെണ്ണ് ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും കയ്യടിക്കാൻ. എങ്ങനെയായിരുന്നു? പാലക്കാടിന്റെ അഭിമാനം. താങ്ക് യു സാർ. പാലക്കാട് ഭാഷയിൽ പാലക്കാടിന്റെ എല്ലാ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി പോലെ എപ്പോഴും പാലക്കാടുകാരെ ഓർക്കും. പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി പ്രോഗ്രാം ആങ്കറിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ജയസൂര്യ, ദിലീപേട്ട ഇവിടെയൊക്കെ വോയിസ് ഫിഗർ ഒക്കെ ചെയ്യും. ജയസൂര്യയുടെ ശബ്ദം അന്വേഷിക്കുമെന്ന് പറഞ്ഞു, എന്നാൽ അതൊന്ന് കേട്ട് കളയാം. പുണ്യാളന കൃപതീസ് എന്ന സിനിമയിൽ ജയേട്ടൻ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിച്ച ആ ഒരു സംഭാഷണം. ജയസൂര്യ, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ 2 ഓപ്ഷൻ. ഒന്നുകിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. എൻ്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളമല്ല, വേൾഡ് മാർക്കറ്റാണ്. ഈ ആനപ്പിണ്ടെന്ന് ചന്ദനത്തിൻ്റെ വെച്ചാൽ ഫ്ലുവൻ ടെക്നോളജിയാണ്. ആനപ്പിണ്ട ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നന്നായിട്ട് പൊടിക്കുക. ഇത് മെഷീൻ്റെ എടുത്താൽ ബെസ്റ്റ് സംഭവമല്ലേ? നിങ്ങളോട് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ ആനകളുടെ ആ പിണ്ടം എനിക്ക് തന്നൂടെ? എനിക്കൊരു നല്ല കാലം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഉണ്ടാവും. എന്നാ ശരി. തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ എന്നുള്ള വിദ്യാർത്ഥികളാണ്. CMA സ്റ്റുഡൻസ് ആണ് അല്ലേ? നിങ്ങൾ ഏത് കോളേജ് എന്നാ വരുന്നേ? പ്രൊഫിൻസ് കോളേജ്. തൃശ്ശൂരിൽ എവിടെയാണ് കോളേജ്? സാംസ്കാരിക സംസ്ഥാനമായ തൃശ്ശൂരിന്റെ വടക്കുന്നാഥന്റെ മുന്നിലാണ് ഞങ്ങളുടെ കോളേജ്. വടക്കുന്നാഥന്റെ മുന്നിലാണ് കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, അതൊക്കെ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കാമുകിയെ രാത്രി ഫോൺ ചെയ്തപ്പം ഏങ്ങൂച്ചി മണ്ടയിലെ ഗിറുങ്കതയെ പാടി അല്ലേ കാമുകി? ആരായാലും ഒന്ന് പതറും, ആരായാലും അവരെ തന്നെ കെട്ടുകയും ചെയ്തു. എന്നിട്ട് അതെ ഗംഭീരമായി. ഷാഹുലേട്ടൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുള്ളത്. സാറിന്റെ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി നടന്നിട്ടുണ്ട്. സാറിന്റെ ജീവിത സഖിയെ സാറ് സ്വന്തമാക്കിയ ഒരു കഥയൊക്കെ ഉണ്ട്. എന്റെ ആദ്യത്തെ ലവ് എന്ന് പറയുന്നത് എന്റെ ലവ് അല്ല, എന്നെ ലവ് ചെയ്തത്. യാതൊരു കള്ളത്തരവുമില്ലാത്ത സത്യസന്ധമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലമൊന്നുമല്ല, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതും ഞാൻ ഇച്ചിരി മെച്ചുവേർഡായിട്ട്, അതായത് എയർഫോഴ്സിലൊക്കെ പോയി കറങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ കോളേജ് BCom ചേർന്നു. ആ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന് കോളേജിൽ ചേർത്ത ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഞാനിപ്പോ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നും കുറച്ച് ദൂരം നടക്കണം, ഒരു കുന്നിന്റെ മുകളിലാണ് കോളേജ്. ഞാൻ ഒറ്റയ്ക്ക്, മറ്റവരൊക്കെ പോകും, ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ. ഞാനിങ്ങനെ വാച്ച് ചെയ്തപ്പോ ഒരു പാർട്ടി പുറകെ വരും. കൂടുതലായിട്ട് നോക്കുമ്പോ ഇത് ഒരു ദിനചര്യ പോലെയായി. ദിവസവും ഈ പാർട്ടി പുറകെ വരാം. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്താണ് താമസിച്ചത്. അപ്പൊ അവര് ഇംഗ്ലീഷ് മീഡിയമാണ്, മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കും. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ. അത് പക്ഷെ നമുക്ക് ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാല്, എന്റെ ചെറുപ്പം തൊട്ട് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി നേരത്തെ നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റിയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് അത്ര
ചൂടായിട്ട് തോന്നിയില്ല. തോന്നിയില്ല. കാലങ്ങൾ കഴിഞ്ഞു അവര് എറണാകുളത്ത് തന്നെ ഒരു വലിയ കോളേജിൽ ലെക്ചറും പ്രൊഫസറും ഒക്കെ ആയി പോയതൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ നമ്മുടെ കഥ എന്റെ ബന്ധുവായിരുന്ന ആ പെൺകുട്ടിയുമായിട്ട് ഉള്ള പ്രേമം അങ്ങനെ വന്നുകൊണ്ടിരുന്നു. നമ്മൾ എയർഫോഴ്സിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, കറക്കി തിരിച്ചു ഇതിങ്ങനെ അങ്ങനെ തുടർന്നു പോവുകയാണ്. കഷ്ടകാലത്തിന് അവരുടെ അച്ഛൻ ഒരു വലിയ ആർമി ഓഫീസർക്ക് അയാൾ അവളെ പിടിച്ച് വേറൊരുത്തരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ആലോചിച്ചോ കഴിപ്പിച്ചോ? കല്യാണം കഴിപ്പിച്ചു. പക്ഷേ എന്റെ അവളോടായിരുന്ന സ്നേഹം അത് മാറാതെ കിടന്നു. അവള് അയാളിൽ ഒരു കുട്ടിയുണ്ടായി. ഒരു 2 വർഷം 2.5 വർഷം കഴിഞ്ഞപ്പോ അയാൾ ഇവളെ വിട്ടിട്ട് കാനഡയ്ക്ക് പോയി. പക്ഷേ ഞാൻ അവളെ കല്യാണം കഴിച്ചു. അതാണ് പ്രേമം. ഇതാണ് എന്റെ പ്രേമകഥ. പതിയായല്ലോ. പലതരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടാനും അഭിപ്രായം പറയാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്ര ധീരമായിട്ട് ജനാർദ്ദനേട്ടൻ നിലകൊണ്ടതും പ്രണയിച്ചതും പ്രണയ വിവാഹം കഴിച്ചതും എല്ലാം അതൊരു വലിയ അനുഭവമായി ഞങ്ങൾക്കും കേട്ടത്. ഷാഹിലേട്ടാ, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും വരണം. താങ്ക് യു. നമസ്കാരം. ജനാർദ്ദനേട്ടൻ ഉണ്ടായിരുന്നോ? ഗസ്റ്റ് ഞാൻ നമ്മുടെ നിങ്ങളുടെ ഫ്ലോറിന്റെ നമ്മള് ആ പാർക്കിംഗ് ഇതിന്റെ ഗ്രൗണ്ടിന്റെ അടുത്ത് ഞാൻ കാണാറുണ്ട്, പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. കയ്യുണ്ടൊക്കെ വീശാറുണ്ട്. പക്ഷെ കാണാറുണ്ട്. എന്തേ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താ പ്രശ്നം? നമ്മുടെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. വെക്കേഷൻ എപ്പോഴും ക്രിക്കറ്റ് കളിയാട്ടെ. ഞാൻ അവിടെ പറയാറുണ്ട്, ഈ പാർക്ക് ചെയ്യണ കാറിന്റെ ചില്ലൊക്കെ തല്ലി പൊട്ടി എറിഞ്ഞു പൊട്ടിക്കല്ലേ എന്ന് എപ്പോഴും പറയാം. മഴ മാറി പറയും. പക്ഷെ അവർക്കൊരു സന്തോഷം. 1.5 കൊല്ലായിട്ട് ഇപ്പൊ കളിക്കാൻ കിട്ടിയ ഒരു സമയമൊക്കെ ആണല്ലോ. അത് ഇപ്പൊ ഒരു വിഷയം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഇവിടെ ഇപ്പൊ എപ്പോഴും ഫ്ലോറിലും ഇതിന്റെ പുറത്തൊക്കെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു താടി വെച്ചിട്ടൊരു ആളില്ലേ, സ്ഥിരം ഇവിടെ കാണാറുണ്ട്. ഞാനിങ്ങനെ അതെ അങ്കിളാണല്ലേ? ഓക്കെ. ഇല്ല, പേടിക്കാനൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, നിങ്ങളുടെ ഇപ്പൊ ഈ പറഞ്ഞ ഡയനയുടെ അങ്കിളില്ലേ, ഈ അങ്കിൾ ഇതിലൂടെ ഇങ്ങോട്ട് നിങ്ങളുടെ ഫ്ലോറിലേക്ക് വരുമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടത്തിൽ പയ്യന ഒരു ബാറ്റ് ചെയ്തപ്പോ ആ ബോള് സ്റ്റിച്ച് ബോൾ ആയിരുന്നു. അത് തലക്കടിച്ചു. പുള്ളിയുടെ തലക്കിട്ട് കൊണ്ടു. പുറത്ത് നല്ല പരിക്കുണ്ട്. തലയ്ക്കുണ്ടാ പുറത്ത് വരുമായിരുന്നു. എങ്ങനെയാ? ഈ പുറത്തല്ല, തലയുടെ പുറത്ത്. തലയുടെ പുറത്ത് നല്ല മുറിവുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ആളൊരു 10-60 കൊല്ലം പുറകോട്ട് പോയി, ബാല്യത്തിലേക്ക് പോയി ആള്. പുള്ളി ഇപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം പറ്റി ഇവിടെ പുള്ളിനെ അല്ലേ കൊണ്ടുവരണ്ടേ? നിങ്ങൾ വന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? അല്ല, അതെന്താന്ന് വെച്ചാൽ, ഞാൻ ആളെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇപ്പൊ ഡയാനയുടെ അങ്കിളാണെന്ന് ഇപ്പൊ പറഞ്ഞപ്പോഴേ മനസ്സിലായത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഷോക്ക് വന്നാലോ എന്ന് കരുതി പതുക്കെ പറഞ്ഞിട്ട് ആള് ഏത് അവസ്ഥയിലാണെങ്കിലും അത് കാണാനുള്ളൊരു മാനസിക സ്ഥിതി ഉണ്ടാവണം. മനുഷ്യരാണ്, മനുഷ്യന്റെ കാര്യമാണ്. ഇതിപ്പം പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അല്ലേ? ബോള് അല്ലേ കൊണ്ടതാണ്. അതെ കുട്ടി, അതെ, വിളിച്ചോളൂ. പുള്ളി പ്രാർത്ഥിച്ചാൽ മാറാവുന്നതുള്ളൂ. അത്രേ ഉള്ളൂ. ഒന്ന് പേടിക്കണ്ട. പേടിക്കാനില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. അങ്കിളെ അവിടെ ആ ഇരിക്കുന്ന ആളാരാന്ന് മനസ്സിലായില്ലേ? അല്ല, അതിന്റെ ഇപ്പുറത്തിരിക്കണ ആളോ നോക്കി. ആദിത്യം പ്രമോദ്. ഞാൻ ആദിത്യ പ്രമോദ് അല്ല, ഞാൻ വേറെ ആളാണ്. പുള്ളി ആദിത്യം പ്രമോദ് എന്നും പറഞ്ഞത് കാര്യമാണ്. സോറി. മനുഷ്യന്റെ ഒരു രോഗാവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം. മോനെ മേടിച്ചു തരാം മോനെ. കാർ ഓടിച്ചു ഒച്ചയില്ലാതെ കാർ ഓടിച്ച്, ഒച്ച ഉണ്ടാക്കാതെ കാർ ഓടിച്ച് കേട്ടോ. ഷരടി, ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം OPR കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. അയാള് കള്ളു കുടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ആ OPR അല്ല, OP രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ അല്ലാണ്ട് വരാം, നേരത്തെ വരാം. അത് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക്. മോനെ
വലിയ കഷ്ടം തന്നെ. കഷ്ടം. അതെ. അത് അതിന് നടുക്കായിട്ട് നക്കല്ലേ. ഇത് എവിടെ നിന്ന് രണ്ടും കൂടെ കടിച്ചു പിടിച്ച് കടിക്ക്. അത് നിലത്ത് കിട്ടിട്ട് വെറുക്കി തിന്നല്. വയറ്റില് വരും വരാ. മോനെ മോനെ നോ സ്റ്റാൻഡപ്പ്. ഇല്ല അല്ല 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 അല്ല. അയ്യോ പിഷാരടി അങ്ങനെ പറയല്ലേ. അയ്യോ എല്ലാവരും ഉള്ള ആളല്ലേ. കൈ പുറകെ കെട്ടേക്കൂ. പാർക്കിൽ കൊണ്ടുപോവാം. പാർക്കിൽ കൊണ്ടുപോവാ കേട്ടോ. എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഷൂട്ട് നടക്കുന്നതാണേ. ഒരു പെർഫോമൻസും കൂടെ ഇനി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മോൻ അപ്പോഴേ അവിടെ നിന്നോളൂ. ഇവിടെ വേറൊരു കോട്ടിട്ട മാമൻ വന്നിട്ട് നല്ല കുറെ തമാശ കഥകൾ പറഞ്ഞു തരും. ഇത് അങ്ങനത്തെ കഥയല്ല, വേറെ കോമഡി കഥയെ പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഇവിടെ ഷൂട്ട് നടക്കണ്ടേ? ഞാനേ ആ അങ്കിള് ആനയുടെ ഉറുമ്പിന്റെ കഥ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും നമുക്ക് ആരാത്? ഇല്ല നീ പൊക്കോ. എന്റെ കൂടെ കളിക്കാൻ ഞാനില്ല. നീ കള്ളക്കുതിന അതാ കൊച്ചു കൊണ്ടുപോകട്ടെ. വേറെ വാങ്ങിച്ചു തരാന്നേ. നിനക്ക് വേറെ മേടിച്ചു തരാം കേട്ടോ. വേറെ വാങ്ങിച്ചു. നിന്റെ കാലിനെന്താ പറ്റിയേ? എന്റെ ദൈവം, ഇതിന് മാത്രം ബോള് കേരളത്തിലുണ്ടാ? എന്തൊരു കഷ്ടം ആലോചിക്കണേ. എന്താ മോനെ? അയ്യോ ഡയാന ചെറുതായിരുന്നപ്പോ എടുത്തോണ്ട് നടന്ന് മുള്ളിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. ചിലപ്പോ അതിന്റെ ഓർമ്മ തികട്ടി വന്നതായിരിക്കുള്ളൂ. സൈക്കാട്രിസ്റ്റ് വന്നു തോന്നുന്നു. പേടിക്കാൻ ലാളുടെ കൈ കിട്ടിയാലോ. ജനാർദ്ദൻ സാർ ആക്ടർ അറിയാമല്ലോ. നമസ്കാരം സാർ. ഞാൻ രമേശ്, ഇതാണ് ഡയാന. അപ്പൊ ഡോക്ടർ വന്നതിൽ വളരെ സന്തോഷം. ഡോക്ടർ ആരാ? ഡോക്ടർ നിങ്ങളല്ലേ ഡോക്ടർ? ഞാൻ ഡോക്ടറല്ല. പിന്നെ ഞാനിവിടെ സമിതി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അപ്പോ ഇവിടെ ഒരു കുട്ടി ഉത്ഭവിച്ചു എന്ന് കേട്ടു, അതറിഞ്ഞു വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളാണല്ലോ. അപ്പൊ കുട്ടികളില്ലാത്ത കാരണം ഒരു ഡിവിഷൻ 4 ഉണ്ട്. അപ്പൊ അത് കാരണം ഈ കുട്ടീനൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടി അല്ലത്. അല്ല, അത് മാഷ എന്താ വിഷയം എന്നറിയാമോ? ആള് കുട്ടിയായിരുന്നു, പക്ഷെ അതൊരു 60 കൊല്ലം മുമ്പാണ്. പക്ഷെ ഇപ്പൊ കുട്ടിയുടെ അതല്ല, ഇപ്പൊ 60 കൊല്ലോ 65 കൊല്ലോ കുഴപ്പമൊന്നുമില്ല, കുട്ടിയായാ മതി. അത് ശരി. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് വല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനെന്താന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ കൊണ്ടുപോവാം. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പോവാ. പഠിക്കാനല്ലേ പഠിക്കാനല്ലേ വലിയ ആളാവണ്ടേ. അവിടെ പാർക്കുണ്ട്, ആനുണ്ട്. അയ്യോ അയ്യോ ഷരടി ഡയാന, ഇതിനാണ് സാറേ, ഇതാണ് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ഉണ്ടാവും പറഞ്ഞത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. മനസ്സിലായില്ല. ഇപ്പൊ ആ ഗ്രൗണ്ടിന്റെ അപ്പുറത്തേക്കടെ ഞങ്ങളോട് പാസ് ചെയ്തില്ലേ, ഉള്ളി കളിച്ച ആള് പോയായിരുന്നേ. നേരത്തെ കളിച്ച് അടിച്ച ആ പന്ത് തന്നെ വീണ്ടും ആളുടെ തലയെ കൊണ്ടു. ആളിപ്പോ നോർമലായി പഴയ അല്ലു അങ്കിളായിട്ട് തിരിച്ചു വന്നു. എന്താ ഇതാണ് ഞാൻ തരാന്ന് പറഞ്ഞ അല്ലു അങ്കിൾ കൊണ്ടുപോയി. പറയല്ലേ, അതൊക്കെ മനസ്സിനെ വേദനിപ്പിക്കും. ഒന്നും പറ്റിയില്ല, ഒന്നുമില്ല. എന്റെ കുഞ്ഞിനൊന്നുമില്ല, സൂപ്പറാണ്, അടിപൊളി. അത് വേറൊരു പയ്യൻ വന്നപ്പോ അല്ലല്ല എനിക്കെന്തോ പറ്റിയേട്ടോ. സോറി സോറി. ഒന്നും പറ്റിയിട്ടില്ല. എന്ത് പറ്റാൻ? നിങ്ങൾ എല്ലാവരും ഞാൻ ഒന്നുമില്ല. തല പെട്ടെന്ന് പെരുത്തുപോയി, എന്തൊക്കെ ആയിപ്പോയി. അതെ സോറി, എല്ലാവർക്കും സോറി, എല്ലാവരോടും സോറി. എടാ, എന്നെ അറിയാൻ പാടില്ലേ? നിന്നെ അറിയാൻ ഞാനാരാടാ? ഞാനാ സാറ്. അയ്യാണ് സാർ. നിന്നെ പഠിപ്പിക്കുന്ന സാറ്. എന്നെ പഠിപ്പിക്കണ സാറാ. എനിക്ക് 70 വയസ്സുണ്ടാ. 70 വയസ്സാ? എന്നെ പഠിപ്പിക്കാനോ?
നിന്നെ ഇവരുടെ ഇത് ഞാൻ വാങ്ങിച്ചു. എപ്പോ? ഈ കുട്ടിയായിരുന്നപ്പോ. എടോ മിസ്റ്റർ, ആ. ഞാൻ അല്ലു അങ്കിളാണ്, അല്ലു അങ്കിൾ. അല്ലു അങ്കിളായാലും ഏത് അങ്കിളായാലും ക്ലാസ് കട്ട് ചെയ്താൽ ഞാൻ തല്ലും. ആ. അയ്യാ, അയ്യാ, തല്ലല്ലേ. അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് വരുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഷാജിമോൻ വാടൂർ ഫ്രം കോട്ടയം. ഷാജിമോൻ ചേട്ടാ സ്വാഗതം. നാള് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടി താടിയൊക്കെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ്. മനസ്സിലായോ ആളെ? മനസ്സിലായി. Yes, നല്ല doctor. താടിയായിട്ട് അതെ. വന്ന ഒരു ചേട്ടനായിരുന്നു. താടി കളഞ്ഞ് വേറെ മുഖമായിട്ട് വന്നു. ആ നോട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, എവിടെയോ കണ്ട് മറന്നത് വീണ്ടും തപ്പിയെടുക്കുന്നത് പോലൊരു ഭാവം മുഖത്തുണ്ടായിരുന്നു. തലയിലിട്ട് സെർച്ച് ചെയ്ത് ഞാൻ എവിടെയോ പോയിരിക്കായിരുന്നു. ജനാർദ്ദൻ ചേട്ടാ, കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇവിടെ ഞാൻ ഷാജിമോൻ, സാജൻ വൈദ്യർ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കോട്ടയം വാഴൂര് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. വാഴൂർ ജോസിന്റെ സ്ഥലമല്ലേ? അതെ അതെ, വാഴൂർ ജോസ് അയൽക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ വീടെല്ലാം പുതുക്കി പണിത്, വലിയ അതെ. നല്ല വീടൊക്കെ പണിതു. രമേശ് ചേട്ടാ ഒന്നുമില്ല കുഞ്ഞേട്ടാ, പൊളിക്കും. യെസ് അത്രേ ഉള്ളൂ. നമ്മൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിലേക്ക് കടക്കുവാണ്. നമസ്കാരം, ഞാൻ ഷാജിമോൻ. ചിരിക്കണ്ട, പണ്ട് ഞാൻ പറഞ്ഞതാ. എൻ്റെ പേര് കേൾക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന അതിഥികൾക്കൊക്കെ ഒരു ചിരി ഉണ്ടാകും. കാരണം ഇത്രയും ഷാജിമോൻ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചു പിള്ളേരെയൊക്കെ അല്ലേ പ്രതീക്ഷിക്കുക. ഏതായാലും ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. ഞാൻ വരുന്നത് വാഴൂർ നിന്നാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് വാഴൂരിൻ്റെ കഥയല്ല. ഞാൻ വളർന്നതും പഠിച്ചതുമെല്ലാം ഇടുക്കിയിലാണ്. ആ ഇടുക്കിയുടെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. വരുമിക സുജനാപവാദം പരനുര ചെയ്വത് കേട്ടു നിൽപ്പവർക്കും എന്ന് പാർവതീദേവി പണ്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പരദൂഷണം പറയാൻ ഞാനില്ല. ഞങ്ങളുടെ അവിടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത് വളർന്നൊരു വലിയ വായനശാലയൊക്കെ ആയി. ഇതിൻ്റെ വാർഷികമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സംഗതികളാണ് എനിക്ക് പറയാനുള്ളത്. അന്നൊക്കെ ഈ വാർഷികം നടത്തുമ്പോൾ നാടകം മസ്റ്റാണ്. നാടകമില്ലാതെ ഒരു വാർഷികാഘോഷ പരിപാടി നടക്കുകയില്ല. അപ്പോൾ അതിന് നാടകം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനങ്ങളായി. അതിന് നാടകം ഏതായാലും വേറെ ആരുടെ എടുക്കുന്നില്ല, പുറത്തുനിന്ന് ആരും വിളിക്കുന്നില്ല. നാടകം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ആസ്ഥാന എഴുത്തുകാരനുണ്ട്, ഗോപിച്ചേട്ടനാണ് നാടകം എഴുതാൻ തീരുമാനിക്കുന്നത്. ഗോപിച്ചേട്ടൻ നാടകം എഴുതുന്നു. നാടകത്തിന് എഴുതാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരുപാട് ജോലികളുണ്ട്. 3-4 പശുവൊക്കെ ഉണ്ട്. ഇതിനെ കറന്ന പശു പാല് കൊണ്ട് കൊടുക്കണം, അതിന് തീറ്റ കൊടുക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് എഴുതാൻ സമയം കിട്ടില്ല. ഇനി രാത്രി ഇരിക്കാന്ന് വെച്ചാൽ ഭാര്യ ഒരു രക്ഷയില്ല, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിൽ വരെ ഗോപിച്ചേട്ടൻ മൂളിക്കൊണ്ടിരിക്കണം, ഇല്ലേ പ്രശ്നമാണ്. അത് കാരണം കൊണ്ട് രാത്രിയിലും എഴുത്ത് നടക്കുകയില്ല. അങ്ങനെ ഇദ്ദേഹം എഴുതാനായിട്ട് തീരുമാനിച്ച് പകലൊരു സമയം കണ്ടെത്തി. ഈ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് കുറച്ച് വെളിപ്രദേശം കിടപ്പുണ്ട്. അവിടെ ഒരു മാവിൻ്റെ ചുട്ട് ഒരു കല്ലേ പോയിരുന്ന് പേനായും പേപ്പറുമായിട്ട് എഴുത്ത് തുടങ്ങുന്നു. ശകലം കഴിയുമ്പം ചേച്ചി ഒരാടിനെ എൻ്റെ കയറെ പിടിച്ചുകൊണ്ട് ഇതിന് ചുറ്റും നടക്കാൻ തുടങ്ങും. ആടിനോടും വർത്താനം പറയും, അല്ലേ എന്ന് പുള്ളിയോടും ചോദിക്കും. എന്ന് പറയാനും മേലെ പറയാതിരിക്കാനും മേലെ, പറഞ്ഞില്ലേ പ്രശ്നമാണ്, ബാക്കി പിന്നെയും പറയും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയായാലും ഭഗീരഥ പ്രയത്നം നടത്തി തന്നെ ഒരു നാടകം പുള്ളി തട്ടിക്കൂട്ടി നല്ല ഒന്നാമത്തെ ഒരു നാടകം എഴുതി. അതിന് പിന്നെ അഭിനേതാക്കളെ കണ്ടെത്തണം. അതിനൊരു വിഷമമുള്ളൊരു കാര്യമേ അല്ല. കാരണം പല ദേശങ്ങളിൽ നിന്ന് വന്ന, പല സംസ്കൃതികളിൽ നിന്ന് ഒന്നിച്ചു ചേർന്ന ഒരു പുതിയ സംസ്കൃതി ഉണ്ടായ ദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അവിടെ ഒന്നിനും പഞ്ഞമില്ല. അവിടെ കലാകാരന്മാർക്ക് പഞ്ഞമില്ല, സാഹിത്യകാരന്മാർക്ക് ഒന്നിനും പഞ്ഞമില്ല. അപ്പോൾ അതിനകത്ത് ചില പ്രത്യേകതകളുള്ളവരൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു അഭിനേതാവ്, അദ്ദേഹത്തെ മാത്രം അദ്ദേഹം എവിടുന്നാണ് വന്നതെന്നും പൂർവ്വ ആശ്രമത്തെക്കുറിച്ച് പലർക്കും അറിയാം. കാരണം അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇതിന്. ഇദ്ദേഹം പണ്ട് വിഖ്യാതനായ ഒരു നടൻ, ഒരു പള്ളിപ്പെരുന്നാളിന് ഒരു ടാബ്ലോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കൂട്ടി. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ക്രിസ്തുവായിട്ട് വേഷം കെട്ടി, ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതാണ് ടാബ്ലോ. അപ്പോൾ ഈ ക്രിസ്തുവായിട്ട് വേഷം കെട്ടണമെങ്കിൽ കുറച്ച് ശാരീരിക യോഗ്യതകളൊക്കെ വേണം. നീണ്ട താടിയായിരിക്കണം, അതുപോലെ തന്നെ ഒട്ടിയ കവിളായിരിക്കണം, നീണ്ട മുടി വേണം, ഒട്ടിയ വയറായിരിക്കണം, ഉയരമുള്ള ആളായിരിക്കണം, വെളുത്ത ആളായിരിക്കണം. അപ്പം ഇങ്ങനെ ചില ശാരീരിക യോഗ്യതകളൊക്കെ വേണം. നമ്മുടെ എസ്തപ്പാൻ ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ആള് എല്ലാം കൊണ്ടും ക്ലിയർ. ബാക്കി ഒറ്റ കുഴപ്പമുള്ളൂ, ഒരു ശകലം വയറ് കൂടുതലുണ്ട്. അത് സാരമുള്ള കാര്യമല്ല, ടാബ്ലോ അല്ലേ, 10-30 സെക്കൻഡ് നേരത്തെ കേസല്ലേ ഉള്ളൂ. ആ സമയത്തേക്ക് വയറിങ്ങനെ നെക്കിളിച്ച് പിടിച്ചായിരുന്നു. പുള്ളി സമ്മതിച്ചു. പുള്ളിക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം 2 കുപ്പി കള്ളു കുടിക്കാന്നൊരു സ്വഭാവം കൊണ്ട്. അപ്പോൾ ഒന്നാമത് വയറുണ്ട്, അതിൻ്റെ കൂടി 2 കുപ്പി കള്ളൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്ത് ഈ ബാക്കി എല്ലാവരോടും കൂടി പുള്ളിയെ നോക്കാൻ വേണ്ടി 2 പേരെ ഏൽപ്പിച്ചു. ഇതിനിടയ്ക്ക് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ എന്തോ ഒരു ചെറിയ കശവിശ ഉണ്ടായി. ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് ഓടി. ഈ എസ്തപ്പാൻ ചേട്ടൻ്റെ കാര്യം മറന്നുപോയി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നോക്കോ, എസ്തപ്പാൻ ചേട്ടനെ കാണുന്നില്ല. അവിടെയെല്ലാം തപ്പി. അന്നേരം ആരോ പറഞ്ഞു, എങ്ങും തപ്പണ്ട, നേരെ ഷാപ്പിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അവിടെ കാണുന്നു. പറഞ്ഞ പോലെ തന്നെ ഷാപ്പിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ഒക്കെ കേൾക്കാം. ഏതായാലും അവിടുന്ന് പൊക്കി എടുത്ത് കൊണ്ടുവന്ന് സ്റ്റേജെ കൊണ്ടുവന്നു. അന്നേരം തന്നെ കുരിശ കെട്ടി എല്ലാം റെഡിയാക്കി, കൈ 2 വശത്തേക്കും ആക്കി, കാല് കുച്ചി കെട്ടി എല്ലാം കയറ്റിയിട്ടു. റെഡി, വിസിലടിച്ചു, കർട്ടൻ പൊങ്ങി, ലൈറ്റ് ഓൺ ചെയ്തു. എസപ്പാൻ ചേട്ടൻ വയറങ്ങ് എക്കിളിച്ചു. എന്തിനു പറയുന്നു, ഈ അരയെ ചുറ്റിരുന്ന തോർത്തുണ്ടല്ലോ, അത് ഊർന്നിഞ്ഞ് പോകുന്നു. ഇത്
അങ്ങനെ പല ആൾക്കാരെല്ലാം കൂടെ കൂടിയാണ് ഈ നാടകം അവിടെ അവതരിപ്പിക്കുന്നത്. എനിക്കും കിട്ടിയൊരു റോള്. പക്ഷേ എനിക്ക് കിട്ടിയ റോളിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഡയലോഗ് പറഞ്ഞു വരുമ്പം ആ ടോണിൽ ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥവും മാറിപ്പോവും. ഇത്രയേ ഉള്ളൂ. ശാരദേ, നീ ഒന്നും അറിഞ്ഞില്ല എന്നാണ് ചോദ്യം. ശാരദേ, നീ ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു വന്നാലും ഇതേ ഉള്ളൂ. കാരണം കൊണ്ട് എന്നെ നേരത്തെ തട്ടി അതിനകത്തുനിന്ന്. അങ്ങനെ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ നാടകം പിന്നെ ഭംഗിയായിട്ട് നടക്കേണ്ടതാണ്. പക്ഷേ ഇത് അത്ര കൃത്യമായിട്ട് അങ്ങോട്ട് നടത്താൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നാടകം ഒരു ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ ഒരു കഥയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു യുവാവും യുവതിയായിട്ട് പ്രണയബദ്ധരാകുന്നു. അവരൊരു ദിവസം ഒരു ഫോറസ്റ്റ് ഓഫീസർ ഈ പെൺകുട്ടിയെ കൊല്ലുന്നു. ഇവിടെ ഒരു കാട്ടുചോലയിൽ മരിച്ചു കിടക്കുന്നതിൻ്റെ മൃതദേഹം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ കഥാനായകൻ വരുന്നത്. ഇങ്ങനെ കാണുകയും സംഗതി എല്ലാം കൂടെ ഈ പുള്ളി അഭിനയം അങ്ങ് വിട്ടുപോയി, ജീവിതത്തിലേക്ക് അങ്ങ് വന്നുപോയി. വള്ളിന്ന് വിളിച്ചുകൊണ്ട് കുളത്തിലേക്ക് ചാടുന്നതായിട്ടാണ് കാണിക്കേണ്ടത്. ആ സമയത്ത് കട്ടം വീഴുവാണ് ചെയ്യേണ്ടത്. പക്ഷേ പുള്ളിയുടെ കിളി പോയി. പുള്ളി ചെന്ന് ഇച്ചിരി പൊക്കമുള്ള സ്റ്റേജായിരുന്നു. ഇതിന് മുകളിൽ നിന്ന് ഓഡിയൻസിനിടയ്ക്കോട്ട് ചാടി. അപ്പോൾ ഈ ഓഡിയൻസിനിടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേരൊക്കെ ഈ അമ്മമാരൊക്കെ ഈ ഓലക്കീറയിലും പിന്നെ ചാക്കയിലും അതുപോലെ തന്നെ തുണിയിലും ഒക്കെ കൊച്ചു പിള്ളേരെയൊക്കെ കിടത്തിയിട്ടുണ്ട്. ഇമാതിരി ഈ കശുമാവിൻ്റെ വീട്ടിൽ കശുവണ്ടി ഒഴിഞ്ഞ് കിടക്കുന്ന പോലെ പിള്ളേർ ചുരുണ്ടുകൂടി കിടപ്പുണ്ടായിരുന്നു. ഏതായാലും പിള്ളേർക്കാർക്കും അപകടം പരിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ പിള്ളയെ പിടിച്ച് സന്തോഷമായിട്ട് ഒക്കെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ എന്തായാലും കൊള്ളാം, ഫോറസ്റ്റ് ഓഫീസറായിട്ട് അഭിനയിച്ച ആൾ കവല ചെന്നപ്പോഴേ നിൽക്കുവാ, നീയല്ലടാ എൻ്റെ വള്ളിയെ കൊന്നേന്ന്. ഏതായാലും ഇപ്പം അത് പിന്നെ പുള്ളി നാടകമൊന്നും കളിച്ചായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴും വാർഷികം നടക്കാറുണ്ട്. ചേട്ടാ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ജനാർദ്ദൻ സർ നല്ല ഓർമ്മശക്തിയാ. കാരണം ലിങ്ക് ഓർത്ത് വെച്ച് ഇത്രയും ഒരേ സ്ട്രെച്ചിൽ പറഞ്ഞില്ലേ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ കഥ വലിയ ഗംഭീരമാണെന്നൊന്നും ഞാൻ പറയില്ല, അത്രയ്ക്ക് വലിയ ഗംഭീരമൊന്നുമില്ല. പക്ഷേ കേട്ടിരിക്കാനായിട്ട് ഒരു വിരക്തിയൊന്നുമില്ല. കേട്ടിരിക്കാൻ സുഖമുണ്ട്. ഭയങ്കര സംഭവമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നന്നായിട്ടുണ്ട്. ഇതേ സാധനം തന്നെ മറ്റ് വേറെ എന്തെങ്കിലും സംഭവമൊക്കെ ആക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതെ അതെ അതെ. ജനാർദ്ദൻ സാറ് നന്നായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലേ സാർ? ഇന്നലെയുടെ ഇതൊക്കെ ഞാൻ അറിഞ്ഞു സാർ. അതെ, ഇന്നലെയുടെ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ എഴുത്ത് എന്നുള്ളത് പണ്ട് കാലം മുതലേ സാർ ചെയ്തു വരുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ പുസ്തകം എഴുതാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറയടോ, ഇതുമാത്രം സ്ഥലത്ത് എവിടെയൊക്കെ പോയി അതും ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളത്. എന്തെങ്കിലും കുത്തി കുറിച്ച് വെക്കും, നല്ല രസമാണ്. അങ്ങനെ തുടങ്ങിയതാണ്. അത് എഴുതി തീർന്നു വന്നപ്പോ ആരോ ഒക്കെ പറഞ്ഞ ആ DC ബുക്സുകാർ അത് വേണമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. അത് അങ്ങനെയാണ് ഒരു ബുക്ക് എഴുതി. പിന്നെ ഇത് കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരു ബുക്കേ ഉള്ളൂ. ഇത് സാധാരണ നമ്മുടെ സിനിമാക്കാർ ചെയ്യുന്നത് ഈ ഡിറ്റാഫോണിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വല്ലവരുമായി എഴുതുന്നത്. വേറൊരാള് ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ എഴുതിയതാണ് ബുക്ക്. ആ ബുക്കിന്റെ പേര് ഇന്നലെയുടെ ഇന്നെന്നാണ്. ആ ഒരു പക്ഷേ അത് നമ്മുടെ അച്ഛന്റെ ഗുണമായിരിക്കും. കാരണം അദ്ദേഹം ഒരു പഴയ സാഹിത്യകാരനായിരുന്നു. അന്നത്തെ കാലത്തുള്ള ആനുകാലികമായ എല്ലാ പത്രമാസികകളിലും എല്ലാം എഴുതിക്കൊണ്ടിരുന്നു. ചട്ടമ്പിസ്വാമികളുടെ ആദ്യത്തെ ജീവിതത്തിൽ എന്റെ അച്ഛനാണ്. അച്ഛന്റെ പേര് എന്റെ അച്ഛനാണ് ആദ്യത്തെ ഫസ്റ്റ് ജീവിതത്തിൽ അച്ഛനാണ്. ഇപ്പോഴും റെഫർ ചെയ്യണമെങ്കിൽ അച്ഛന്റെ ബുക്ക് നോക്കിയാൽ ചട്ടമ്പിസ്വാമിനെ പറ്റി എന്തെങ്കിലും എടുത്താലും അതൊക്കെ വെച്ചിട്ടുള്ള അതിന്റെ ഒരു ചെറിയൊരു രക്തത്തിൽ അതുകൊണ്ടായിരിക്കണം എഴുതുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു. ചേട്ടാ, അപ്പോ വീണ്ടും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. താങ്ക് യു. And now moving on to our special segment, the Excellence Award. എക്സലൻസ് അവാർഡ് സ്വീകരിക്കാനായി ഈ വേദിയിലെത്തുന്ന താരം ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഒരു ഹാസ്യ കലാകാരനാണ്, അഭിനേതാവാണ്, അവതാരകനാണ്, ഗായകനാണ്, ഡാൻസറാണ്. മാത്രമല്ല നമുക്ക് അദ്ദേഹത്തെ നിരവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ പരിചിതനാണ്, പ്രിയങ്കരനാണ്. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രാജേഷ് കടവന്ത്ര. രാജേഷ്, എന്തോ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം സർ. ഇദ്ദേഹം രാജേഷ് കടവന്ത്ര. ഞാൻ ഈ പറഞ്ഞ വിശേഷങ്ങൾക്ക് കടവന്ത്ര. രാജേഷേ, ഇത് എന്ത് താടിയാണ്? അതിന്റെ കഥയാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. രാജേഷിനെ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഒരു വലിയ താടി.
ഈ നോർമലി നടന്നിട്ട് ആരും എന്നെ സിനിമയിലോട്ടൊന്നും വിളിച്ചില്ല. അപ്പോൾ കുറച്ച് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അപ്പോൾ അറിയാലോ ചേട്ടാ, ബിബിനും വിഷ്ണുവും ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡീഷനിൽ പങ്കെടുത്താണ്. അപ്പോൾ അവനും അതന്നെ പറഞ്ഞു, നോർമൽ ലുക്കുള്ള ആരും ഇതിനകത്ത് വേണ്ട, പോയി മുടിയും തടയൊക്കെ വളർത്തിയിട്ട് വാ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വളർത്തിയതാണ് വെടിക്കെട്ട്. ഇപ്പൊ അതിലൊരു ചെറിയ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജേഷ് മിമിക്രിയില് കുറച്ച് നാളുകൾക്ക് മുമ്പ് രാജേഷിനെ കണ്ട കാലം തൊട്ട് നോക്കിയാൽ വളരെ കൃത്യമായ വളർച്ച, നമ്മൾ വളർച്ചയ്ക്ക് ഒരു സ്കെയിലുണ്ടല്ലോ. ചിലര് ഇന്നലെ സാധാരണക്കാരായിരുന്നു, നാളെ സൂപ്പർ സ്റ്റാർ ആണ്, സൂപ്പർ സ്റ്റാർ തിരിച്ചാകുന്നു. ഇതിനൊരു നമ്മളൊരു സാധാരണ ഒരു മരം വെച്ചാൽ വളരാൻ, സാധാരണ ഒരു വാഴ വെച്ചാൽ, സാധാരണ ഒരു റോസ വെച്ചാൽ ഇത് വളരുന്നതിനൊരു നോർമൽ കാലവും സമയത്തിനനുസരിച്ച് വളരുക എന്ന് പറയല്ലോ. അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ കൺമുന്നിൽ വളരുന്ന ഒരു കലാകാരനാണ് രാജേഷ് കടവന്ത്ര എന്ന് പറയുന്ന ആള്. എല്ലാ സ്റ്റെപ്പിലും ചവിട്ടി വളരുന്ന ഒരാളാണ്. രാജേഷിനെ നമ്മൾ ആദ്യം കാണുമ്പം വ്യത്യസ്തങ്ങളായ ചില ശബ്ദങ്ങൾ അനുകരിക്കുമായിരുന്നു. പിന്നെ രാജേഷ് നന്നായിട്ട് അവതരണം സ്റ്റേജിൽ ആങ്കറിങ്ങിലോട്ട് കടന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരിക്കൽ ടി വിയിൽ നോക്കിയപ്പം ഏതോ ഡാൻസ് കളിക്കുന്നു, ഒരു നായികയുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. പല പല പരിപാടികളാണ്. മാത്രമല്ല രാജേഷും പൊതുവെ മിമിക്രിയിലുള്ള പലരും സാധാരണഗതിയിൽ ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഓരോ വേഷം കെട്ടേണ്ടി വരുന്നതുകൊണ്ട് അല്ലാത്ത സമയത്ത് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്ക് നമ്മുടെ താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നതിൽ ഏറ്റവും ഡ്രസ് സെൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് എന്നും തോന്നുന്ന ഒരാളാണ് രാജേഷ് കടവന്ത്ര. നല്ല സ്റ്റൈലായിട്ട് നടക്കുള്ളൂ, നല്ല സ്റ്റൈല് വിട്ടിട്ടുള്ളൊരു കളിയിൽ. ഇതിപ്പോ ആ താടിക്ക് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ കോട്ടൊക്കെ ഇട്ടുണ്ട്. ഇതൊന്നും അല്ലേലും നല്ല വസ്ത്രധാരണം ഉള്ള ഒരാളാണ്. ഒപ്പം ഇനി എല്ലാവർക്കും അറിയാത്ത ചില കാര്യം, അതൊക്കെ കലയിലാണല്ലോ. രാജേഷിന് ചെറിയ സാമൂഹ്യ പ്രവർത്തനമുണ്ട്. ചില കാര്യങ്ങൾ, ചില കലാകാരന്മാർ പെട്ടെന്നൊരു പരിക്ക് പറ്റിപ്പോയാൽ അല്ലെങ്കിൽ വേറൊരു ആവശ്യം വന്നാൽ അതിനു വേണ്ടിയുള്ളൊരു സംഘാടനം, അതിനു വേണ്ടിയുള്ളൊരു ഓട്ടം, ചില ആശുപത്രി കേസുകൾ വന്നാൽ അതിന്റെ ഒരു കോർഡിനേഷൻ, ചില വേണ്ടപ്പെട്ട ഒരു ആശുപത്രി കിടന്നാൽ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാജേഷ് കടവന്ത്ര. അതും അയാളുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായിരിക്കാം അല്ലെ? അത് വേറൊന്നുമല്ല, കലേനെയും കലാകാരന്മാരെയും ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ സൈക്കിൾ ഓട്ടി ഒരുപാട് ദൂരം ഈ നമ്മുടെ പള്ളുരുത്തിയിലൊക്കെ ചെറുപ്പം തൊട്ടേ സൈക്കിൾ ഓട്ടി പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ കുറെ അടി കിട്ടിയിട്ടുണ്ട്. ഈ രാത്രി സമയത്തൊക്കെ എന്തിനാണ് ഇറങ്ങി കിടക്കണമെന്നൊക്കെ വെച്ചാൽ പോലീസുകാരൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തുടങ്ങിയതാണ് എല്ലാ കലയും കേട്ടോ. ഇന്ന കലയൊന്നുമില്ല, മിമിക്രിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ എല്ലാം കാണാറുണ്ട്, പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ ഒരു ബോൺ ആർട്ടിസ്റ്റ് ഒന്നല്ല, ഇഷ്ടം കൊണ്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഉള്ളവരാണ്. ഞാൻ പ്രത്യേകം ഒരു നന്ദി പറയേണ്ട ആളല്ല, പക്ഷെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ട്. എപ്പോഴും വിളിക്കുന്ന ഒരാളല്ല പിഷാരടിച്ചേട്ടൻ, പക്ഷെ ആവശ്യമുള്ള സമയത്ത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കുന്ന ഒരാളാട്ടോ. അത് ഞാൻ ചുമ്മാ പറയണല്ല, ചേട്ടൻ അത് കൃത്യമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു വർഷത്തിൽ 1-2 പ്രാവശ്യം വിളിക്കും എന്നെ. റെഗുലർ വിളിയൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഒക്കെ അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകളോട് സംവദിക്കാൻ പറ്റുന്ന ഏരിയ ആണ് അതൊക്കെ. അതിലൊക്കെ പലരും പിന്നോട്ട് പോകുമ്പോഴും എപ്പോൾ നോക്കിയാലും നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ഏരിയയിൽ പുതിയൊരു ആപ്പ് വന്നു അല്ലെങ്കിൽ പുതിയൊരു ഗാഡ്ജറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഞാൻ കയറിയാൽ അതിലുണ്ടാകുന്ന കുറച്ച് മിമിക്രിക്കാരിൽ ഒരാൾ രാജേഷ് കടവന്ത്ര ആയിരിക്കും. അതിൽ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. രാജേഷ് എന്തൊക്കെയാ പുതിയ ഇനങ്ങൾ പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ ഇപ്പം? രാജേഷേട്ടനാണ് ആദ്യമായിട്ട് ചില സ്റ്റാറുകളുടെ സൗണ്ട് എടുത്തതല്ലേ? നിവിൻ പോളി, ഫഹദ്, വിനയ് ഫോർട്ടൊക്കെ ആദ്യമായിട്ട് വിനയ് ഫോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾപ്പിക്കുമോ ഞങ്ങള്? നല്ലതായിരുന്നു. അന്തരീക്ഷാനവാസ നമുക്ക് മാത്രം ബില്ല്, ഇവർക്കൊന്നും ബില്ലില്ലേ? ഞങ്ങൾ ആളുകള് സുനാമി വന്ന് ചാകാൻ കിടക്കുമ്പോ നിന്റെ റൂസ് ഒക്കെ നമ്മൾ നടത്തൂല. നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. എന്താണല്ലേ നീ അവന്റെ പുറകെ കിടന്നിട്ട് കിട്ടിയത്? പുറകിൽ തോക്ക് വരെ ഇറക്കി നാറി. താങ്ക് യു. ഇനി കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് ആസിഫിന്റെ ചെയ്തുകൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ചെയ്യാം. ചേട്ടാ ഞാൻ ലൈവ് പറയണോ അല്ലെങ്കിൽ സിനിമയിൽ പറഞ്ഞാൽ മതിയോ? രണ്ടും പറയണം. അത് ഞാൻ അണ്ടർവേൾഡ് സിനിമയിലെ ഒരു ചെറിയൊരു ഡയലോഗ് പറയാം. ഞാൻ അല്പം മോശമാണ് ചേച്ചി, പുറത്തു മാത്രമല്ല അകത്തും. എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടികൾ ഞാൻ തിരിച്ചടിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ സ്റ്റാലിൻ ജോൺ സദാശിവം മുതലേ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും. താങ്ക് യു. ഇനി ഇങ്ങനത്തെ ഒരു സ്റ്റേജില് ആസിഫൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്റ്റേജിൽ സംസാരിക്കും. സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം. ഹായ്, ഹലോ, അടയണ, എന്തുണ്ടോ വിശേഷം? സുഖല്ലേ? ഹായ്, ഒരു രക്ഷയില്ല. ഹായ് പിഷു ചേട്ടാ, നമസ്കാരം. എന്തെങ്കിലുമൊക്കെ ചോദിക്കേ.
ആസിഫിന്റെ വരാനിരിക്കുന്ന സിനിമകൾ അതിലെ കഥാപാത്രങ്ങളൊക്കെ എന്തൊക്കെയാണ് പുതിയത് വരാനിരിക്കുന്നത്? ഇതിപ്പോ പറയണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പോ കുറച്ച് പടങ്ങളുണ്ട്, അടുത്തതിന്റെ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. ആസിഫ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടോ കാര്യമായിട്ട്? ഏതാ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മഴയൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് പോയിട്ടില്ല. കാണാറില്ലല്ലോ ഇപ്പൊ അങ്ങോട്ട്. ഞാൻ അന്ന് ജിസ്മോന്റെ പടത്തിന്റെ ലൊക്കേഷനിൽ വന്നപ്പോ കടവന്തറ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടില്ലായിരുന്നോ? കാരാവനിൽ വെച്ചിട്ട് അന്ന് കണ്ടതിനേക്കാളും സ്റ്റൈലായിട്ട് ഇരിക്കുന്നത്. രാജേഷേട്ടൻ ഈ സ്റ്റാർസ് ഒക്കെ പണ്ടൊരു 4-5 വർഷം നമ്മൾ ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അപ്പോഴേ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. അതെ അതെ അതെ. ഇവൻ ഈ കാണിക്കുന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം താടിയൊന്നും അടിച്ചു കളയണം. ഇതിന്റെ ഇടയിൽ കൂടി ഇത് കാണുന്നില്ല പലതും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ താടി വെച്ചിട്ടുള്ള ഒരാളുടെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാം. എന്റെ ലുക്കിന് പറ്റിയ യാഷിന്റെ ശബ്ദം ഞാനൊന്ന്. Violence, violence, violence. I don't like, I avoid, but violence lies me. I can't avoid. വെറും 10 പേരെ തല്ലി ഡോൺ ആയവനല്ല ഞാൻ. ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. ചേട്ടാ ഞാനൊന്ന് പരീക്ഷണം ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് ഇവിടെ നിനക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? അല്ല ഇവര് തൃശ്ശൂർക്കാരാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഒരാളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാം. അദ്ദേഹത്തിന്റെ ശൈലി ഞാൻ ശബ്ദം എത്രത്തോളം ശരിയാവുന്ന എനിക്ക് അറിയില്ല. ഞാൻ ഒരു ശൈലി അദ്ദേഹത്തിന്റെ ഒന്ന് പറഞ്ഞു നോക്കാം. ബോച്ചയുടെ ശബ്ദം ഒന്ന്. ജീവിതത്തില് പലപ്പോഴും പല മേഖലകളിലൂടെ ഞാൻ നടക്കുമ്പോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബോബി ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത്. അപ്പോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ജീവിതത്തില് സിഗരറ്റ് വലിച്ചു നോക്കി, രസം കണ്ടില്ല. ഞാന് ഗേൾ ഫ്രണ്ട്സിന്റെ പുറകെ പോയി, അവിടെ രസം കണ്ടില്ല. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കല്യാണം കഴിക്ക്. കല്യാണം കഴിച്ചു, കുറച്ച് രസങ്ങളൊക്കെ വന്നു. Conquer the world with love. Love you everybody. രാജേഷ്, നമ്മൾക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോ വലിയ രസമുണ്ട്. നീ നിർത്തരുത്, എന്തായാലും ഉണ്ട്, 2 കൂടെ ഉണ്ട്, സന്തോഷമാണ് കേട്ടോ. दुलकर तेरी आंखों की कसम में छुपा था मुसाफिर का दिल और दिल की कसम में वो दरिया कनम. നിങ്ങൾ താമസിക്കുന്ന പുരയില് പണ്ട് താമസിക്കുന്ന ഒരു പാവജനായ നിങ്ങൾ ബേജാറാവില്ലെന്ന് ടെസിനോട് പൂരം കണ്ടു ചോദിക്കേ. കണ്ടിലേക്ക് വരാൻ പറയും. ആൾക്കൂട്ടത്തിലിടയിൽ ഞാനുണ്ടാവും. അപ്പോ രാജേഷേട്ടാ താങ്ക് യു സോ മച്ച്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു 5-6 വർഷം കാലങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ തുടക്കകാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളുടെ വിഷൻസും സ്വപ്നങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് രാജേഷേട്ടൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു സിനിമ, ഒരു നല്ലൊരു അഭിനേതാവാകുക എന്നുള്ളത്. അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ ഗ്രാജുവൽ ആയിരുന്നു ചേട്ടന്റെ കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷോസിൽ വന്ന് പോകുമ്പോഴും ഗ്രൂമറായിട്ടും വിന്നറായിട്ടൊക്കെ വന്ന് പോകുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹാദരം കൂടി തന്ന് ഞങ്ങളുടെ സന്തോഷം അറിയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സ്വീകരിക്കണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് ജനാർദ്ദൻ സാറിനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാജേഷ് കടവന്തറ. അദ്ദേഹം രൂപമൊക്കെ ഒരുപാട് മാറി നമ്മൾ കണ്ടുപരിചയിച്ച ഒരു മുഖവുമായിട്ടല്ല നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമ്മളെ പഴയതുപോലെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലോചിതമായ മാറ്റങ്ങൾ തൻ്റെ അവതരണ ശൈലിയിൽ, തൻ്റെ പ്രകടനങ്ങളിലെല്ലാം അവതരിപ്പിക്കുക എന്നൊരു കലാകാരന്റെ ധർമ്മമാണ്, മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ട വളമാണ്. അത്തരത്തിൽ ഏറ്റവും അപ് ടു ഡേറ്റ് ആയി നിൽക്കുന്ന കലാകാരന്മാരിൽ ഒരാളാണ് രാജേഷ് കടവന്തറ. എൻ്റെ അനുജന്മാരായിട്ടുള്ള ഈ ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അവരുടെയൊക്കെ ഒരു ബാച്ചിൽ മിമിക്രിയിലേക്ക് വന്നിട്ടുള്ള, അവരൊക്കെ ഒന്നിച്ചൊരു ട്രൂപ്പിൽ കളിച്ചിട്ടുള്ള ആളാണ് രാജേഷ് കടവന്തറ. ആദ്യം അവരുടെയൊക്കെ വാക്കുകളിലൂടെയാണ് രാജേഷ് കടവന്തറയെ കുറിച്ച് കേൾക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ പലതവണ നേരിട്ട് കാണാനിടയായി. ഒരിക്കൽ പോലും നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു പ്രേക്ഷകനെയും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പ്രതിഭയാണ് രാജേഷ് കടവന്തറ. അദ്ദേഹം സാന്നിധ്യം കൊണ്ട് നമ്മുടെ പരിപാടിയെ ധന്യമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്.
ഷാസ്, ഷാജിമോൻ എന്നിവരാണ് ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത സ്റ്റാൻഡ് കൊമേഡിയന്മാർ. ഇതിൽ ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ? നമുക്ക് നോക്കാം. ഇരുവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. ഷാഹുൽ, ഷാജിമോൻ രണ്ടുപേരാണ് ഇന്നത്തെ പെർഫോമേഴ്സ്. അതിൽ 2 മികച്ച പ്രകടനങ്ങളിൽ കുറച്ച് അധികം മുന്നിട്ട് നിന്നത് പാലക്കാടൻ ഭാഷയിലൂടെ, ശൈലിയിലൂടെ നമ്മളെ ചിരിപ്പിച്ച ഷാഹുൽ. അങ്ങനെ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. We will be back with yet another episode, and until then, bye-bye.